ഹായ് ഫ്രണ്ട്സ്, വളരെ ടേസ്റ്റിയും സ്പൈസിയുമായിട്ടുള്ള ഒരു ഞണ്ട് റോസ്റ്റ് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം നോക്കാം. അതിനുവേണ്ടി ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഞണ്ട് റോസ്റ്റാണ്. പുട്ടിനും അതുപോലെ തന്നെ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ ബെസ്റ്റാണ്. അപ്പോൾ ഇതിനുവേണ്ടി നമുക്കൊരു മൺചട്ടി എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നാടൻ കറികൾക്ക് എപ്പോഴും കോക്കനട്ട് ഓയിലും മൺചട്ടിയൊക്കെയാണ് ബെസ്റ്റ്. നമ്മുടെ ഈ ഓയിലൊന്ന് ചൂടാകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഓയിലൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയ ഉള്ളിയാണ്. ഞാനിവിടെ ഒരു 15 ചെറിയ ഉള്ളിയോളം ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് അരഞ്ഞു പോകാതെ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 3-4 പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ നിറമൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ നിറമൊക്കെ ചേഞ്ചായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പെരുംജീരകം പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പൊടികളൊക്കെ ഒന്ന് കരിയാതെ വേണം നമുക്കൊന്ന് ഇളക്കിയെടുക്കാൻ. ഇതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവാള കനം കുറച്ച് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സവാള നല്ലോണം ഒന്ന് വഴണ്ടി കിട്ടണം. സവാളയുടെ നിറമൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ തക്കാളിയും സവാളയും ചെറിയ ഉള്ളിയൊക്കെ എത്രത്തോളം വഴണ്ടി കിട്ടുമോ അത്രത്തോളം നമ്മുടെ ഈ ഞണ്ട് റോസ്റ്റിന് ടേസ്റ്റ് കൂടും. ഇത് വഴറ്റിയെടുക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇതിലേക്കൊന്ന് പിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് വെന്തുടഞ്ഞ് കിട്ടട്ടെ. അതുവരെ ഇളക്കണം. തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്തെടുക്കാം. ഇതൊരല്പം എരിവുള്ള റോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അല്പം എരിവ് കൂട്ടിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ വീണ്ടും ഞാനിവിടെ പെപ്പർ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ ശ്രദ്ധിക്കണേ. എന്നാൽ മാത്രമേ നമ്മുടെ ഈ പൊടികളൊക്കെ കരിയാതെ കിട്ടുകയുള്ളൂ. നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തു. നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലോണം വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഞണ്ട് ക്ലീൻ ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ മസാലകളെല്ലാം തന്നെ നമ്മുടെ ഞണ്ടിലൊന്ന് പിടിച്ച് കിട്ടണം. ഇവിടെ നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. വെള്ളം ഒരല്പം മാത്രമേ ഇതിലേക്ക് ചേർക്കാവൂ. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഇനി നിങ്ങൾക്ക് ചാറോട് കൂടിയ കറിയാണ് ആവശ്യമെന്ന് വെച്ചാൽ വെള്ളം ഒഴിക്കാം. ഞാനിവിടെ വെള്ളം വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഏകദേശം ഒരു 2 സ്പൂണോളം വെള്ളം മാത്രമേ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇതുകൂടെ ചേർത്ത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെറുതീയിൽ വെച്ച് വേണം നമ്മുടെ ഈ ഞണ്ടൊന്ന് കുക്കായി കിട്ടാൻ. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കരുതേ. കാരണം പെട്ടെന്ന് തന്നെ ഇത് അടുക്കി പിടിക്കും. അപ്പോൾ നമ്മളിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക.
ഇനി വെള്ളം ആവശ്യമാണെന്ന് തോന്നിയാൽ മാത്രം 1-2 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമുക്കിതൊന്ന് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. വളരെ ടേസ്റ്റിയായ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പുട്ടിനും അതുപോലെ കപ്പയ്ക്കും ചോറിനും ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവീസ് പ്ലാന്റ് എന്ന എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടണിലുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ഓണാക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കാം. അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്.